വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് സെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ എക്കണോമിക്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഗോൾഡൻ ഏജ് മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Golden Age model of economic growth is associated with option A. John Robinson, option B. J.E. Mead, option C. R.F. Gann, option D. Caldor. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജോൺ റോബിൻസൺ ആണ്. അപ്പം നമുക്ക് ഗോൾഡൻ ഏജ് മോഡലുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. The theory of economic growth and capital accumulation has given by Mrs. John Robinson in 1956. 1956 ജോൺ റോബിൻസൺ കൊണ്ടുവന്ന തിയറിയാണ് എന്ത് ഗോൾഡൻ ഏജ് മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് തിയറി എന്നറിയപ്പെടുന്നത്. ഷീ കൺസിഡേർഡ് ക്യാപിറ്റൽ ആസ് എ എഞ്ചിൻ ഓഫ് ഗ്രോത്ത്. മിസ്സിസ് റോബിൻസൺ ഹാസ് ഗിവൺ ദ കൺസെപ്റ്റ് ഓഫ് ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം. ജോൺ റോബിൻസന്റെ അഭിപ്രായത്തിൽ എന്താണ് ക്യാപിറ്റലിനെയാണ് എന്ത് എഞ്ചിൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ക്യാപിറ്റൽ അക്യൂമുലേഷനെയും ഔട്ട്പുട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഈ തിയറിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗോൾഡൻ ഏജ് എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അസംഷൻസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ഓൺലി ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, എന്തൊക്കെ ലേബറും ക്യാപിറ്റലും. ടോട്ടൽ ഇൻകം ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലേബർ. ഇൻകം ആര് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റും ലേബറും ആണ് എന്ത് ടോട്ടൽ ഇൻകം ഡിവൈഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ച്. എന്താണ് പ്രൊഡക്ഷനെ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ഡിപ്പെൻഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് എന്ത് പ്രോഫിറ്റ് എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവലിൽ ഒരു മാറ്റമില്ല. ദർ ഈസ് നോ സ്കാർസിറ്റി ഓഫ് ലേബർ. ലേബറിന് ഒരു ക്ഷാമവും ഇല്ല. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഫിക്സ്ഡ് ആൻഡ് ഗിവൺ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അസംഷൻസ് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ലേബറും ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ലേബറും ക്യാപിറ്റലും ഉണ്ട്. ടോട്ടൽ ഇൻകം ആരൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റും ലേബറും ആണ് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെയാണ്. ടെക്നോളജിക്കൽ ചേഞ്ച് അവിടെ ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ലെവലിന് മാറ്റമില്ല. ലേബറിന് ഒരു ക്ഷാമവും ഇല്ല. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫിക്സ്ഡ് ആണ്. ഇനി മെയിനായിട്ട് ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം മോഡൽ അല്ലെങ്കിൽ ഗോൾഡൻ ഏജ് എക്കണോമിക് ഗ്രോത്ത് മോഡലിൽ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഇൻകം പോയിന്റ് ഓഫ് വ്യൂവും സെക്കൻഡ് എന്താണ് എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം നോക്കുക. ഇൻകം പോയിന്റ് ഓഫ് വ്യൂവും എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഗോൾഡൻ ഏജ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ അല്ലെങ്കിൽ ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം മോഡലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത് ഇൻകം പോയിന്റ് ഓഫ് വ്യൂവും എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഇൻകം പോയിന്റ് ഓഫ് വ്യൂ. നാഷണൽ ഇൻകം ഈസ് ആൻ ഇക്കോണമി ഈസ് ദ സം ഓഫ് വേജ് ആൻഡ് പ്രോഫിറ്റ്. നാഷണൽ ഇൻകം എന്തൊക്കെ ചേർന്നതാണെന്ന് പറയുന്നത്? വേജും പ്രോഫിറ്റും കൂടി ചേർന്നതാണ് ഇൻകം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. നാഷണൽ ഇൻകത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വൈ ഈക്വൽ ടു WN പ്ലസ് PK. അതിൽ W എന്താ ഡിനോട്ട് ചെയ്യുന്നത്? റിയൽ വേജ് റേറ്റും N നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡും. ഇനി P എന്താണ്? പ്രോഫിറ്റും. പ്രോഫിറ്റിന് ഉള്ളത് എന്താണ്? കെ എന്താണ്? എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമ്മൾ ഇറക്കിയാൽ എന്താണ്? അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലേ? റിവാർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ലേബറിന് വേജ് കിട്ടും, പ്രോഫിറ്റിന് അല്ല ക്യാപിറ്റലിന് പ്രോഫിറ്റ് കിട്ടും, എന്താ വേജ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഇൻകം പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്? വേജ് റേറ്റും പ്രോഫിറ്റും ആണ് മെയിനായിട്ട് പറയുന്നത്. അത് എന്താ? WN പ്ലസ് PK. ആ പോയിൻ്റൊക്കെ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഹിയർ പ്രോഫിറ്റ് റേറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിയൽ വേജ് റേറ്റ് വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ഇവിടെ പ്രോഫിറ്റ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ലേബർ പ്രൊഡക്ടിവിറ്റിയും റിയൽ വേജ് റേറ്റും. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന്? ക്യാപിറ്റൽ ലേബർ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് എന്ത് പ്രോഫിറ്റ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത്? എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂ. എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ പറയുന്നത്? നാഷണൽ ഇൻകം ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നാഷണൽ ഇൻകം എന്താണ്? കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചേർന്ന
ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ വൈ നാഷണൽ ഇൻകത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, സി പ്ലസ് ഐ. സി ഡിനോട്ട് കൺസംപ്ഷൻ, ഐ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ എസ് ഈക്വൽ ടു പി കെ. അതിലെസ് എന്താ? സേവിങ്. നൗ വി ക്യാൻ റൈറ്റ് ദ എബവ് ഇക്വേഷൻ ആസ് ഐ ഈക്വൽ ടു പി കെ, ചേഞ്ച് ഇൻ കെ equal to PK. Here profit rate equal to growth rate in the capital. After concluding both point of view, capital accumulation depends upon the profit wage relation and labor productivity. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്താണ്? പ്രോഫിറ്റ് വേജ് റിലേഷനും അതുപോലെ തന്നെ എന്താണ്? ലേബർ പ്രൊഡക്ടിവിറ്റിയും ആണ് എന്ത്? ക്യാപിറ്റൽ അക്യുമുലേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ജോൺ റോബിൻസൺ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്കണോമിക് ഗ്രോത്തിൻ്റെ എഞ്ചിനായിട്ടാണ് എന്തിനാണ്? ക്യാപിറ്റലിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്താണ്? പ്രോഫിറ്റ് വേജ് റിലേഷനും ലേബർ പ്രൊഡക്ടിവിറ്റിനെയുമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ ജോൺ റോബിൻസൺ ഇംപ്ലൈസ് ദാറ്റ്. ഇതിലേതാണ് ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം ആയിട്ട് കണക്കാക്കുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു ഡെൽറ്റ എൻ ഡിവൈഡഡ് ബൈ എൻ. ഇതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഈക്വൽ ടു ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലേബർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. To achieve full employment of labor, the growth rate of population must be equal to growth rate of capital. അതായത് ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയത്തിൽ മെയിനായിട്ട് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? പോപ്പുലേഷൻ, ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് എൻ എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ, അതായത് നമ്പർ ഓഫ് ലേബർ, അതെന്തായിരിക്കും? മസ്റ്റ് ബി ഈക്വൽ ടു ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലിന് ഈക്വൽ ആയാൽ മാത്രമാണ് എന്ത്? ആ ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം മോഡലിലെ മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ എപ്പോഴും ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കണം. When the rate of growth of labor and capital are equal to each other, then there is a full utilization of capital in the economy. അതായത് ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലും ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ ഈക്വൽ ആയാൽ എന്താണ്? ആ ഇക്കോണമിയിൽ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മെയിനായിട്ട് കണ്ടു നമ്മൾ ഫസ്റ്റ് തന്നെ ക്യാപിറ്റലിനെയാണ് എഞ്ചിൻ ഓഫ് ഗ്രോത്ത് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ഫുൾ നടക്കണമെങ്കിൽ അവിടെ ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബറും ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ഈക്വൽ ആയാൽ മാത്രമേ അവിടെ ഫുൾ യൂട്ടിലൈസേഷൻ നടക്കുള്ളൂ എന്നാണ് ജോൺ റോബിൻസൺ തൻ്റെ തിയറിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സച്ച് എ സിറ്റുവേഷൻ കോൾഡ് ഗോൾഡൻ ഏജ്. ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോൾഡൻ ഏജ് ഈസ് ഇൻഡിക്കേറ്റർ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കണക്കാക്കുന്നത് എന്താണ്? ഗോൾഡൻ ഏജിനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഗോൾഡൻ ഏജ് സിറ്റുവേഷൻ എന്താണ്? ലേബർ, ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ, അതായത് ഡെൽറ്റ എൻ ഡിവൈഡഡ് ബൈ എൻ ഈക്വൽ ടു ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ കെ. അതായത് ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എന്താ? ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു ഡെൽറ്റ എൻ ബൈ ഡിവൈഡഡ് ബൈ എൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ എന്താണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബറും ക്യാപിറ്റലും ഈക്വൽ ആകുന്ന സിറ്റുവേഷനിൽ എന്താണ്? ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ കണ്ടീഷനാണ് അവിടെ എന്താ? ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുക. ആ സിറ്റുവേഷനാണ് ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിൽ OX ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ ലേബർ റേഷ്യോയും OY ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? വേജ് റേറ്റ് ഓഫ് ലേബറും OP ആണ് എന്ത്? പ്രൊഡക്ഷൻ കർവ്. It implies the proportion in which labor and capital are combined to produce a particular level of output. At the point a capital ratio is OC and the productivity of labor is OD and out of OW is the wage rate. അതായത് ഇവിടെ പോയിന്റ് എ വരുമ്പോൾ അവിടെ എന്താണ്? ക്യാപിറ്റൽ റേഷ്യോ OC. ക്യാപിറ്റൽ നമ്മൾ കണ്ടു എക്സ് ആക്സിലാണ്. അവിടെ OC ആണ് എന്ത്? ഈ പ്രൊഡക്ഷൻ കർവ് പ്രകാരം എന്ത്? ക്യാപിറ്റൽ റേഷ്യോ. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? OD ആണ്. OW ഈസ് ദ എന്താണ്? OW വേജ് റേറ്റും
ദ സർപ്ലസ് ഡബ്ല്യു ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? റിട്ടേൺ ഓഫ് ക്യാപിറ്റലിനുള്ള റിട്ടേൺ ആണ് എന്ത്? ഡബ്ല്യു ഡി. ഇറ്റ് ഈസ് സെയ്ഡ് ദാറ്റ് at a growth rate of capital is equal to growth rate of labor. അതായത് ഇവിടെ ഈ പോയിന്റ് എ ഡിനോട്ട് ചെയ്തിരിക്കുന്നിടത്ത് എന്താണ്? അവിടെ ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബറും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കണ്ടു ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം ഇത് പ്രകാരം എന്താ? ഫുള്ളി യൂട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്താണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ. അതായത് ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു ഡെൽറ്റ എൻ ബൈ എൻ. അവിടെയാണ് എന്ത്? ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കേണ്ടത് ആരാണ് ഈ തിയറി കൊണ്ടുവന്നതെന്നുള്ളതാണ്. ജോൺ റോബിൻസൺ ആണ് ഈ തിയറി കൊണ്ടുവന്നത് 1956. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് ഓർക്കുക. ലേബറും ക്യാപിറ്റലും ആണ് 2 ഫാക്ടേഴ്സ്. പിന്നെ എന്താണ്? ഇൻകം ക്യാപിറ്റലിസ്റ്റും ലേബറും ഡിവൈഡ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാണ്. പിന്നെ ക്യാപിറ്റലിനെയാണ് എന്ത്? എഞ്ചിൻ ഓഫ് ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാര്യം ഓർക്കുക. അല്ലെങ്കിൽ ടെക്നോളജിക്ക് മാറ്റമില്ല, പ്രൈസ് ലെവലിന് ചേഞ്ച് ഇല്ല, സ്കാർസിറ്റി ഓഫ് ലേബർ ഇല്ല, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഗിവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻകം പോയിന്റ് ഓഫ് വ്യൂവും എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂവും. ഇൻകം പോയിന്റ് ഓഫ് വ്യൂവിൽ വേജും പ്രോഫിറ്റുമാണ് മെയിനായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും. പിന്നെ ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം ഡെൽറ്റ കെ ബൈ കെ ഈക്വൽ ടു ഡെൽറ്റ എൻ ഡിവൈഡഡ് ബൈ എൻ. ആ പോയിന്റ് ഓർക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വേറെ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്